ദാണ്ട എല്ലാവർക്കും ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ലക്ഷദ്വീപിലൊരു റോഡ്. ഓക്കെ, റോഡ് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മളെ ലക്ഷദ്വീപിലെ റോഡ് എങ്ങനെ ഇരിക്കും, അതിലൂടെ നമുക്കൊരു യാത്ര ചെയ്ത് പോയി നോക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയർ, പുള്ളി നമ്മുടെ മിനിക്കോയ്ക്കാരനാണ്. മുഹമ്മദ് തെരരു എന്നാണ് സാറിൻ്റെ പേര്. അപ്പം നമ്മൾ സെക്കൻഡ് സാബ് റോട്ടിൽ കൂടി പോകുന്ന ഒരാളെങ്ങനെ കൈകാട്ടി നിർത്തിയപ്പം പുള്ളി ഒരു 2 വീലർ കൊടുത്തു. ഇവിടെ ലക്ഷദ്വീപിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് പരിചയക്കാർ വേണമെന്നൊന്നുമില്ല. ആരെ പോയി ഇങ്ങനെ നമ്മൾ വണ്ടി വേണമെന്ന് കൈ കാണിച്ചാൽ അവരപ്പം നമുക്ക് വണ്ടി നിർത്തി തരും. പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരണം, ഞങ്ങൾ മെയിൻ ലാൻഡേഴ്സാണ്. അപ്പം ആ രീതിയിലുള്ളൊരു ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മളത്ര വിശ്വാസമാണ്. ഇത് കണ്ടില്ലേ, ലക്ഷദ്വീപിലെ ഒരു റോഡാണ്. ഇതിൻ്റെ വീതി കണ്ടോ, ഇത്ര വീതിയെ കാണുള്ളൂ. കാരണം ഇവിടെ ഈ ബസ്സും വലിയ ട്രക്കും ഒന്നും പോകുന്നില്ല. ഇവിടെ നോർമലി 2 വീലറും ഓട്ടോയും മാത്രമേ പോകുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഈ പോകുന്നത് കൽപ്പേനി എന്ന് പറഞ്ഞ ഐലൻഡിലൂടെയാണ്. അപ്പോൾ കൽപ്പേനിയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് കണ്ടുവരാം. ആക്ച്വലി നമുക്ക് ഒരു ബൈക്ക് കുറുകെ വന്നു. അപ്പം ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചു. സെക്കൻഡ് സാബാണെങ്കിൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഈ റോട്ടിലൂടെ പോകുമ്പം എനിക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം മുമ്പിൽ കൂടി വല്ല വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺട്രോളൊന്നും കിട്ടില്ല. ഈ റോഡിൻ്റെ 2 വശത്തും കാണുന്നത് കടലാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. വലതുവശത്തും ഇടതുവശത്തും കടലാണ്. അപ്പം അതിൻ്റെ നടുക്കിലൂടെയാണ് ഈ ഒരു റോഡുള്ളത്. അപ്പം കണ്ടില്ലേ, അപ്പം ഇത് നമ്മൾ ആ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം വലിയ ആൾക്കാരങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് സാബ് എന്ന് വെച്ചാൽ സെക്കൻഡ് എഞ്ചിനീയറാണ്. നമ്മുടെ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ്. അപ്പം പുള്ളി ബൈക്ക് ഒരിടത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി ആ സ്പോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഐലൻഡ് കാണാം. ചെറിയം എന്നാണ് മറ്റൊരു ഐലൻഡിൻ്റെ പേര്. ആ ചെറിയം ഐലൻഡ് എവിടെയാണെങ്കിൽ ജനവാസമില്ല, ആൾതാമസമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഈ ലോ ടൈഡ് സമയത്ത് നമുക്ക് അവിടെ നിന്നും നടന്നു പോകാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് സാബ് ഒരു പോസിൽ ഇങ്ങനെ നിന്ന് തരികയാണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ എൻട്രൻസ്, ചാനലിൻ്റെ എൻട്രൻസ്, ഇതിലെ കൂടിയാണ് കപ്പലുകൾ നമ്മുടെ ബർത്തിലേക്ക് പോകുന്നത്. ഒന്ന് കണ്ടു നോക്കൂ, എന്ത് മനോഹരമാണെന്നറിയോ. ആക്ച്വലി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, റിയലായിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ ഒരു പ്രത്യേക വൈബാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണിത്. ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. എസ്പെഷ്യലി ഈ കൽപ്പേനി ഐലൻഡിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ ഇങ്ങനെ ഓരോരോ സ്പോട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത് ജസ്റ്റ് ആക്ച്വലി നിങ്ങൾ ഈ ഐലൻഡിലെ ഒരു റോഡിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വൈകുന്നേര സമയങ്ങളൊക്കെയാണ് ഈ സ്ഥലത്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പം ഇതാണ് കുറച്ച് ഫോട്ടോസ് ഞങ്ങളവിടെ നിന്ന് എടുത്തത്. അപ്പം ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഈ ഒരു സ്പോട്ട് കൂടി നോട്ട് ചെയ്തേക്കുക. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൽപ്പേനി നോർത്ത് എൻഡാണ് ഈ ഒരു സ്പോട്ടിനെ പറയുന്ന പേര്. അപ്പം ലക്ഷദ്വീപിലെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും വരാം. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും വണക്കം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക് ടു നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയർ മുഹമ്മദ് തെരരു ഫ്രം മിനിക്കോയ്.